അഖിലിൻ്റെ ഭാര്യ ഒളിച്ചോടി പോയിട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരിക്കണം. അങ്ങനെ കുറച്ച് ദിവസമായി പോയിട്ട്. എന്തിനാണ് പോയത് എന്ന് പോലും അഖിലിന് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. എനിവേ എന്തായാലും അവളെ കാണില്ല പറഞ്ഞ അഖിൽ കേസ് കൊടുത്തപ്പോഴാണ് തിരിച്ച് വീട്ടിൽ വന്ന് CCTV നോക്കിയപ്പോഴാണ് അവൾ ഒളിച്ചോടി പോയതാന്നുള്ള രംഗം കണ്ടത് കേട്ടോ. ഞാൻ ആലോചിക്കുന്നതല്ല. അപ്പം എന്തായിരിക്കും അഖിലിൻ്റെ മാനസികാവസ്ഥ എന്നുള്ളതാണ്. എന്തായാലും ഒരു ബസ്സിലെ കിളിയോടൊപ്പമാണ് അവൾ ഒളിച്ചോടിപ്പോയത്. റെയിലിൽ കാണുന്നതല്ല റിയലായിട്ടുള്ള ജീവിതം എന്നുള്ള സത്യമാണ് കേട്ടോ. അപ്പം എന്തായാലും ഓൾ ഒളിച്ചോടിപ്പോയി. ഇനിയിപ്പം തിരിച്ച് വന്ന് ഏതായാലും പോലീസ് സ്റ്റേഷനിലെ കേസൊക്കെ അതിനെ കൊണ്ട് ഓള് വന്നിക്കണ് പോലീസ് സ്റ്റേഷനിൽ വന്നെന്നൊക്കെയാണ് വിവരം കേട്ടത്. ഇനിയിപ്പോൾ ഓൾക്ക് കുറേ ഉടായ്പകൾ ഉണ്ടാവും പറയാനോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടാവില്ല, സ്വാഭാവികം എങ്ങനെയായാലും ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നതല്ല പിച്ച് എല്ലാവരും അറിഞ്ഞ് എന്തിനാ അതൊക്കെ. അവരുടെ സ്നേഹിച്ച ലവ് മാരേജ് ആയിരുന്നു അഖിലിൻ്റെ മേഘ്നേൻ്റെ കൂടി. അപ്പോൾ അത് കഴിഞ്ഞോളം അടുത്ത ആളപ്പുറം പോയി. ഇനി എന്തായാലും ഞാൻ ആലോചിക്കുന്നത് ഏതായാലും ഓൻ്റെ ഒപ്പം ഒരു സിനിമ ഒക്കെ പുറത്തിറങ്ങിനെ പൊട്ടുപാളീസായിന്, വിജയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്തായാലും അതിൽ മൂവി കാണാൻ പോയത് ഒപ്പരായിരുന്നു. അതിൻ്റെ ഒരു എന്തോ വിഷ്വൽസൊക്കെ അതിൽ പുറത്ത് വിട്ടൊക്കെ എഴുതിയിരുന്നു. പക്ഷെ ഇത് സംഭവം അഖിലിൻ്റെ വൈഫ് ഒളിച്ചോടി പോയിന്ന് പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഓലെ റീൽസൊക്കെ അങ്ങനെയാണല്ലോ. എന്താണ് അടിപൊളിയായിട്ടുള്ള റീൽസ്. ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും ഓല റീൽസൊക്കെ കണ്ട എന്തോ ഒരു നല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫിലെന്ന് പറയും കേട്ടോ. അങ്ങനത്തെ അടിപൊളി വീഡിയോസുകളൊക്കെയാണ്. പിന്നെ അതിന് മാത്രമായിട്ട് 1 വർഷം 1.5 വർഷം എന്തോ ആയിട്ടുള്ളൂ ഓരോ വിവാഹം കഴിഞ്ഞിട്ട്. അതൊക്കെ ഗ്രാൻഡ് പരിപാടിയായിരുന്നു. എല്ലാവരും അതിൻ്റെ സോഷ്യൽ മീഡിയ കിടന്നിങ്ങനെ കറങ്ങിയിരുന്നല്ലോ ആ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ. അപ്പം വലിയൊരു കല്യാണമൊക്കെ ആയിരുന്നു. എന്തായാലും അഖിലിൻ്റെ ജീവിതം നശിച്ച്. ഇപ്പം എന്താ ചെയ്യുക? എന്തായാലും കേസായിട്ട് മുന്നോട്ട് പോട്ടെ. എന്തായാലും ഓൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തുള്ള ആളെന്നെ ഓളെ വീട് മേഘനേൻ്റെ വീട്. ചേച്ചി ആദ്യമായിട്ട് ചേട്ടൻ്റെ സ്ക്രീനിൽ കാണുന്നല്ലേ ഇല്ലേ, ബിഗ് സ്ക്രീനില് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ്റെ? ചേട്ടൻ എന്താ പറയുന്നത്? ആദ്യം ഇങ്ങനെ സിനിമ മെയിൻ ക്യാരക്ടറായിട്ട് സിനിമ ഇറങ്ങിയേക്കാണ്. സന്തോഷം. ഞാനെല്ലാം വേറെ എന്ത് പറയാം. സംഭവിച്ചത് ഇത് നമ്മളല്ല പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞ കാര്യമില്ല, കാണുന്ന ആൾക്കാരല്ല പറയാം. നിങ്ങൾ പറഞ്ഞ എന്ത് ഫീൽ ചെയ്ത് കണ്ടിരുന്നു? സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ബഡ്ജറ്റിന്റെ നമ്മള് ചെറിയ ബഡ്ജറ്റ്, ചെറിയ പ്രൊഡക്ഷൻ ഹൗസ്, ചെറിയ ആർട്ടിസ്റ്റുകൾ, അപ്പൊ അതിന്റെയൊക്കെ ചെറിയൊരു കാണും. മാക്സിമം ഞങ്ങൾ നല്ലോണം ചെയ്യാൻ വേണ്ടി ഒളിച്ചോടി പോണ ഒരു വീഡിയോസും കൂടി കണ്ടാലോ? യെസ്. അങ്ങനെ അതിന് തീരുമാനമായി. നിങ്ങളെ ഒളിച്ചോടി പോണതിനോട് തിരക്കടില്ല. അതൊക്കെ ഒരാളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് വേറൊരാൾ വിവാഹം കഴിക്കാതിരിക്കുക. അതാണ് വേണ്ടത്. എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കണേ? ആണായാലും പെണ്ണായാലും കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണിനെ മാത്രം ആണിനെ മാത്രമല്ല ഉദ്ദേശിച്ചത്. ആണായാലും പെണ്ണായാലും പറയാം. ഒരാളെ മനസ്സിൽ ഇഷ്ടം വെച്ചാണ്ട് വേറൊരാളെ കല്യാണം കഴിക്കാണ്ടിരിക്കുക. ഓരോ ജീവിതം കൂടി നമ്മൾ നശിപ്പിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പം ഓല ജീവിതം തകർന്ന കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ, സ്വന്തം വീട്ടുകാരുടെ അവസ്ഥ ഒക്കെ പാടെ എന്താണ് മാനം കെട്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണത്. അപ്പം എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഓലപ്പുറം പോവുക, വിവാഹം കഴിക്കാതിരിക്കുക, വേറൊരാൾ വിവാഹം കഴിക്കാതിരിക്കുക. ഇനി ഇതുപോലെ പോവണം എന്നുണ്ടെങ്കിലോ മ്യൂച്വലായിട്ട് പറഞ്ഞ് പിരിയുക.
എന്നിട്ട് ഇഷ്ടപ്പെട്ട ആളപ്പുറം കൂടെ പോവുക. അല്ല അതുപോലെയൊക്കെ വഞ്ചിച്ചിട്ട് പോയിട്ട് ആ ചങ്ങായിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലേ. പ്രത്യേകിച്ച് അവനൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള ആളും കൂടിയാണ്. പിന്നെ എന്തായിരിക്കും ഇനിയിപ്പോൾ എത്ര ആളോടൊക്കെ വീണറിയേണ്ടി വരും ആ ഒരു ഭാഗത്ത്. എന്തായാലും ഈ അവസ്ഥ ഒന്നും ആർക്കും ഉണ്ടാതിരിക്കട്ടെ, അത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.